ഇന്ത്യ പാക് സംഘർഷം തുടരുന്നതിനിടെ രാജ്യത്തെ 32 വിമാനത്താവളങ്ങൾ അടച്ചു. ശ്രീനഗറും അമൃത്സറും അടക്കമുള്ള വിമാനത്താവളങ്ങൾ മെയ് 15 വരെയാണ് അടച്ചിടുക. അധംപൂർ, അംബാല, അമൃത്സർ, അവന്തിപൂർ, ഭട്ടിൻഡ, ഭുജ്, ബിക്കാനീർ, ചണ്ഡീഗഡ്, ഹൽവാര, ഹിൻഡോൺ, ജമ്മു, ജയ്സാൽമർ, ജാംനഗർ, ജോധ്പൂർ, കാണ്ട്ല, കാൻഗ്ര, കേശോദ്, കിഷൻഗഡ്, കുളു, മണാലി, ലേഹ്, ലുധിയാന, മുന്ദ്ര, നലിയ, പത്താൻകോട്ട്, പട്യാല, പോർബന്ദർ, രാജ്കോട്ട്, സർസാവ, ഷിംല, ശ്രീനഗർ, തോയ്സ്, ഉത്തലായ് വിമാനത്താവളങ്ങളും വ്യോമപാതകളുമാണ് DGCAയുടെ നിർദ്ദേശപ്രകാരം അടയ്ക്കുന്നത്. അതിനിടെ നിയന്ത്രണരേഖയിൽ പലയിടത്തും ഏറ്റുമുട്ടൽ തുടരുകയാണ്. പൂഞ്ച്, അക്നൂർ, രജൌരി മേഖലകളിലാണ് ഇന്നും ഇന്നലെയും പാക് പ്രകോപനം രൂക്ഷമാകുന്നത്. അതേസമയം രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധി ലഘൂകരിക്കുന്നതിന് നയതന്ത്ര സമീപനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സഹോദരനും മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായ നവാസ് ഷെരീഫ് ഷഹബാസ് ഷെരീഫിനെ ഉപദേശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ആണവശേഷിയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായ എല്ലാ നയതന്ത്ര മാർഗങ്ങളും സ്വീകരിക്കണമെന്നാണ് നവാസ് ഷെരീഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.